എടി അത് മൂന്നാൾക്കും ഒരുപോലെ ഭാഗം വെച്ചിട്ട് തങ്കത്തിനും ലില്ലിക്കും നിനക്കും ഭാഗം വെച്ച് തന്നെങ്കിൽ മേടിക്കാം. ഇത് തങ്കത്തിനും ലില്ലിക്കും മാറ്റി വെച്ചിട്ട് ലില്ലിക്ക് കൊടുക്കാണ്ട് തന്നു എന്ന് അറിഞ്ഞിട്ടാണ് നീ എന്തിനാ മേടിച്ചെന്ന്? എനിക്ക് തന്നു, ഞാൻ വാങ്ങിച്ചു. ഞാൻ ഇനി കൊടുക്കത്തില്ല. എടി അർഹതപ്പെട്ടതേ മേടിക്കാൻ പാടൂ. നാളെ ചേച്ചി മരുവോളും ഒന്നാവും. അവരൊന്നായി കഴിയുമ്പോൾ ലില്ലി പറയും എനിക്ക് തരേണ്ടത് നിങ്ങൾ അമ്മായിക്ക് കൊടുത്തില്ല വെച്ചാൽ കൊടുത്തപ്പോൾ അവള് മേടിച്ചിട്ടല്ലേ എന്ന് പറഞ്ഞ് നിന്നെ കുറ്റപ്പെടുത്തും. എന്ത് പറഞ്ഞാലും ഞാൻ കൊടുക്കത്തില്ല ചേട്ടാ. എനിക്കിത് വേണം. എനിക്കിതൊക്കെ ഉപയോഗിക്കാൻ ആഗ്രഹമില്ലയോ? എടി നിനക്ക് വയസ്സായില്ലേ, പിന്നെന്തിനാ ഇതൊക്കെ? ആർക്കാ വയസ്സായത്? അതെ, വയസ്സായത് നിങ്ങളാ, ഞാനൊന്നും അല്ല. എൻ്റെ വല്യച്ഛൻ്റെ മോൻ വന്നപ്പോൾ എന്തെല്ലാം സാധനങ്ങൾ എനിക്ക് കൊണ്ടുവന്ന് എന്തെങ്കിലും ഒന്ന് വാങ്ങിക്കാൻ നിങ്ങൾ സമ്മതിച്ചോ? ഇല്ലല്ലോ. ഞാനിത് കൊടുക്കത്തില്ല. എടി അതുപോലെയാണോ ഇത്? ഇതിപ്പോൾ നമ്മൾ ഇന്നിവിടെ വന്നില്ലായിരുന്നെങ്കിൽ ഈ സാധനങ്ങൾ നമുക്ക് കിട്ടുമോ? ചേച്ചിയുടെ കൂട്ടുകാരത്തെ മകൻ ഗൾഫിൽ നിന്ന് വന്നത് പോലും നമ്മൾ അറിയില്ലായിരുന്നു. അതുകൊണ്ടേ നമുക്ക് അർഹതപ്പെട്ട സാധനങ്ങൾ മേടിക്കാൻ പാടും. നീ അത് കൊണ്ടു കൊടുക്കുക. ഒരു കാര്യം ചെയ്യ്, ഞാനിതെല്ലാം അങ്ങ് തിരിച്ചു കൊടുക്കാം. ആ ചേട്ടൻ ഇതങ്ങ് തിരിച്ചു കൊടുക്കുക. എന്തിന്? ഇത് കനകനുള്ളതല്ലേ? അതിനിപ്പോ ഇത് ഞാൻ ഒറ്റയ്ക്ക് കഴിക്കില്ലല്ലോ. ഞാൻ കുറച്ച് കഴിക്കും, പിന്നെ കനകനും ക്ലീറ്റോനും കൊടുക്കുമല്ലോ. അത് വേണ്ട, കൊടുക്കുന്നേ പൊട്ടിക്കാതെ അങ്ങ് കൊടുക്കണം. ചേട്ടനും ഞാനും ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ ഇപ്പൊ ഇത് ചേട്ടൻ ഇത് കിട്ടുമോ? ഇല്ലല്ലോ. അപ്പൊ ഇത് ചേട്ടൻ അവകാശപ്പെട്ടതല്ല. കൊടുക്കുന്നേ പൊട്ടിക്കാതെ കൊടുക്കണം. എടി നിനക്ക് ഈടായിട്ട് കുറച്ച് മുട്ടാതർക്കം കൂടുന്നുണ്ട് കേട്ടാ. ആരോട് പറയാൻ?